Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട് എന്നാ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു പോയി നെക്സ്റ്റിനെ കണ്ടില്ലല്ലേ? ഓക്കെ, 1 മിനിറ്റ് ഒന്ന് ക്യാമറ ഒന്ന് കറക്റ്റ് ആക്കിക്കോട്ടെ. ഓക്കെ, ആരെങ്കിലും ഒരാൾ പ്രയർ പാടോ? ഇഷ്ടമുള്ള ആളുകൾക്ക് പാടാട്ടോ. പേരൊന്നും വിളിക്കില്ല. പ്രയർ Prayer. Ya Allah, keep us united in goodness and bless our learning journey. Grant us knowledge that brings us close to you. Amen. ഓക്കെ, സൈൻ ഇൻ. പ്രിപ്പയർ ആണോ ആരെങ്കിലും? Yes, ma'am. ഞാൻ പറയാം. Hello, everyone. It's a pleasure to welcome you all to today's online class. Welcome, ma'am, and I welcome you all to the session. Share your thoughts and learn together. Have a great session ahead. Thank you. Thoughts? Good afternoon, ma'am. Good afternoon, everyone. Thought of the day. The secret of your success is determined by your hard work and strong focus on your goal. Best of luck. Thank you. ഓക്കെ, നമ്മുടെ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത്. യൂണിറ്റ് 1 എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. ഓക്കെ, മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റും മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച്, ഫംഗ്ഷൻ, നേച്ചർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ആദ്യം മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം, അതിന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പോയിന്റ്സ് ആണ് കേട്ടോ, നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. മാനേജ്മെന്റ് ഡെഫിനിഷൻ, നേച്ചർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ്, ഷോർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് വായിച്ചു നോക്കിയേ. ആരെങ്കിലും ഒരാൾ വായിക്കോ ആ പാരഗ്രാഫ്? വായിക്കാം. What is management? Etymology. A verb manage comes from the Italian managere, to handle, especially tools, which derives from the Latin word manus, hand. The French word management എന്നാണോ അതോ mesnagement, later management, determined the development in meaning of the English word management in the 17th and 18th centuries. Management in business and organizations is a function that coordinates the efforts of people to achieve goals and objectives using available resources efficiently and effectively. Management contains planning, organizing, staffing, leading or directing, and controlling an organization or initiative to achieve a goal. Resourcing surrounds the development and manipulation of human financial resources, technological resources, and natural resources. Management is also an academic discipline, a social science whose object of study is a social association. Another way people talk management is to define it as an art, a science, an organization, a person, a discipline, or a process. Let us consider each of these in rotation. Madhya ma'am. മതി മതി. Thank you. ഓക്കെ, അപ്പൊ ആ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? എന്താണ് മാനേജ് എന്ന വെർബ് അല്ലെങ്കിൽ ക്രിയ? വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് പറയുന്നത്. അപ്പൊ മാനേജ് എന്ന ആ വെർബ് ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജീരിയ. ഓക്കെ, മാനേജീരിയ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെ അണ്ടർലൈൻ ചെയ്യാം. മാനേജീരിയ. ഓക്കെ, മാനേജീരിയ.
എന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്. അത് ഇറ്റാലിയൻ പദമായിട്ടുള്ള മെനുസ്. മെനുസ് എന്ന് പറഞ്ഞാല് ഹാൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അതർ മീനിങ് ആണ് ഹാൻഡ് എന്ന്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പോ ഇറ്റാലിയൻ പദമായിട്ടുള്ള മെനുസ് എന്ന പറയുന്ന പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു. ഇനി എന്താണ് 17 അല്ലെങ്കിൽ എന്താണ് 18 സെഞ്ചുറീസില് മാനേജ്മെന്റ് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് മീനിങ്ങിന്റെ ആ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്ത് അത് മെസ്മേനേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. മെസ്നേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേർഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് 17th and 18th സെഞ്ചുറീസില് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്ത് മെസ്നേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ്. ഡിറ്റർമൈൻ ചെയ്തതാണ് കേട്ടോ. മെസ്നേജ്മെന്റ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് പദമാണ്. ഓക്കെ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ റിസോഴ്സസുകൾ നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു സ്കൂൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കാം. ഇതൊക്കെ എന്താണ് ഓരോരോ ഓർഗനൈസേഷൻസ് ആണ് അല്ലെ. ആ ഓർഗനൈസേഷനിലെ റിസോഴ്സസുകൾ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസുകളെ നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് പറയാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെയായിരിക്കാം അവിടുത്തെ റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാല്, വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊക്കെയാവാം? എന്തൊക്കെയായിരിക്കാം? ഒരു ബിസിനസ് സ്ഥാപനം എടുക്കാം. ഓക്കെ, അതിന്റെ റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം? മെയിൻ ആയിട്ട് വരുന്നത് ആരായിരിക്കാം? എംപ്ലോയീസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു ഫാക്ടറി ആവാം. സോപ്പ് നിർമ്മാണ കമ്പനി എടുക്കാം. ആ സോപ്പ് നിർമ്മാണ കമ്പനിയില് എംപ്ലോയീസ് ആണ് ഒരു റിസോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ സോപ്പ് നമ്മള് എന്താണ് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് അതിനൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ മാറ്റുന്നുണ്ട് അല്ലേ, ഇല്ലേ? അപ്പൊ ആ അസംസ്കൃത വസ്തുക്കളും ഒരു എന്താണ് റിസോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. അതിനുപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ. ഇപ്പൊ നമ്മൾ ഓയിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ പല മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ പറയുന്നത് എന്താണ്? റിസോഴ്സസ് എന്നാണ്. മനസ്സിലായോ? അപ്പൊ വിഭവങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ റിസോഴ്സസുകളെയും എന്താണ് എംപ്ലോയീസ് ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആയിക്കോട്ടെ, അസംസ്കൃത വസ്തുക്കൾ ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഓർഗനൈസേഷന്റെ എന്ത് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗോൾ ഉണ്ടാവും. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്കൂളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മിഷനും ഗോൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരാളിപ്പോ സ്കൂളിലെ പ്രിൻസിപ്പള് മാത്രം വിചാരിച്ചാൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടീച്ചേഴ്സ് ഉണ്ട്, അവിടെ സ്റ്റുഡൻസ് ഉണ്ട്, മറ്റു ടീച്ചിങ് സ്റ്റാഫുകൾ, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ അല്ലെ, എല്ലാവരും കൂടി ഒത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് അവരുടേതായിട്ടുള്ള ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് എല്ലാ റിസോഴ്സസുകളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താണ് അവിടെ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? മാനേജ്മെന്റ് കണ്ടെയ്ൻസ്. ഇനി മാനേജ്മെന്റ് കണ്ടെയ്ൻസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡിങ് ഓർ ഡയറക്ടിങ്, കൺട്രോളിങ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തായിരിക്കാം? കോമേഴ്സ് സ്റ്റുഡൻസിന് പറയാൻ പറ്റുമോ? എന്തായിരിക്കാം മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് എന്തൊക്കെയാണ്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇനി എന്താണ്?
ഈ റിസോഴ്സസുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. റിസോഴ്സസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസോഴ്സിങ് സറൗണ്ട്സ് ദ ഡെവലപ്മെന്റ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓഫ് ഹ്യൂമൻ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ടെക്നോളജിക്കൽ റിസോഴ്സസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. റിസോഴ്സസുകൾ, വിഭവങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങളുമായിട്ട് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഹ്യൂമൻസ്, ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ്, അതുപോലെ തന്നെ ഫിനാൻസ് അല്ലെ, ടെക്നോളജി അല്ലെ, മെഷീൻസ്, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് റിസോഴ്സസിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള്. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ റിസോഴ്സസ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് റിസോഴ്സസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കാദമിക് മേഖല കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അക്കാദമിക് ഡിസിപ്ലിൻ ആണ്. ആൻഡ് സോഷ്യൽ സയൻസ് ഹൂസ് ഒബ്ജക്ട്സ് ഓഫ് സ്റ്റഡി ഈസ് ദ സോഷ്യൽ അസോസിയേഷൻ. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഒരു പഠന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സാമൂഹിക കൂട്ടായ്മ കൂടിയാണ് അല്ലെ. നമ്മള് ഇപ്പൊ സോഷ്യൽ സയൻസ് നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? സോഷ്യൽ സയൻസിൽ എന്തൊക്കെയാണ്? സയൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പഠിക്കുന്നത്. സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വാല്യൂസ് പഠിക്കും. ക്ലിയർ ആയില്ല മിസ്സിന്? ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. ഹിസ്റ്ററി, ഓരോ എന്താ പറയാ ഇയേഴ്സുകള്, ഓരോ ഇയേഴ്സിന്റെ പ്രത്യേകതകള്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂസ് അല്ലെ, എന്താണ് സമൂഹത്തിൽ ഒരു കുട്ടി എങ്ങനെ ഡെവലപ്പ് ആകാം, സമൂഹമായിട്ട് കൂടിച്ചേർന്ന് എങ്ങനെ നല്ല രീതിയിലുള്ള മൂല്യബോധം ഒരു കുട്ടിയിൽ വളർത്തിയെടുക്കാം എന്നൊക്കെയാണ് സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹിക കൂട്ടായ്മയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അനദർ വേ പീപ്പിൾ ടോക്ക് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു ഡിഫൈൻ ഇറ്റ് ആസ് ആർട്ട് അല്ലെ. മാനേജ്മെന്റിനെ പറയുന്നുണ്ട് ആർട്ട് എന്ന് പറയുന്നുണ്ട്, സയൻസ് ആണെന്ന് പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ട്, ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്, ഡിസിപ്ലിൻ ആണെന്ന് പറയുന്നുണ്ട്, പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. ഇവർ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നുണ്ട് മാനേജ്മെന്റിന്റെ, സയൻസ് എന്ന് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ട്, ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്, പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. എന്താണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, എന്താണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്? ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് മാനേജ് എന്ന ആ ക്രിയ അല്ലെങ്കിൽ വെർബ് ഇറ്റാലിയൻ പദമായിട്ടുള്ള മാനേജീരിയെ എന്ന ആ പദത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ അത് ഇറ്റാലിയൻ പദമായിട്ടുള്ള മെനുസ് എന്നതിൽ നിന്നും ഉരുതിരിഞ്ഞ് വന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ചോദിക്കാറുണ്ട്, നമ്മള് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മാനേജീരിയെ എന്ന പദം, അതിന്റെ മീനിങ് എന്താണ്? ടു ഹാൻഡിൽ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാം. അതുപോലെ തന്നെ മാനേജ് എന്നുള്ള പദം എങ്ങനെയാണ് ലാറ്റിൻ പദമായിട്ടുള്ള മാനേജീരിയെ എന്നതിൽ നിന്ന് വന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് ലാറ്റിൻ പദമായിട്ടുള്ള മെൻസ് എന്നതിന്റെ മീനിങ് എന്താണ്? ഹാൻഡ് ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ 17-18 സെഞ്ചുറീസിൽ അല്ലെ, 17th and 18th സെഞ്ചുറീസിൽ മാനേജ്മെന്റ് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് എന്താണ് മെസ്നേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് പദമായിട്ടുള്ള മെസ്നേജ്മെന്റ് എന്ന പദമാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്ലാനിങ് ആണ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. അതുപോലെ തന്നെ റിസോഴ്സസുകൾ എന്തൊക്കെയാണ്? മാനേജ്മെന്റ് റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹ്യൂമൻസ് വരും. നിങ്ങളൊന്ന് ഓർത്ത് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, അവിടെ ലേബേഴ്സ് വരുന്നുണ്ട്, ഫിനാൻസ് വേണം, ടെക്നോളജീസ് വേണം അല്ലെ. ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ മെഷീൻസ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ്. സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടതായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളില്ലേ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റിസോഴ്സസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെന്റിനെ അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ സോഷ്യൽ സയൻസ് അല്ലെ, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാല് സാമൂഹിക കൂട്ടായ്മ, സോഷ്യൽ സയൻസിലെ വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്ററി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലൊരു മൂല്യബോധം വളർത്തിയെടുക്കാനായിട്ട് സോഷ്യൽ സയൻസിലൂടെ കഴിയുന്നുണ്ട്. ഇനി എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടാണെന്ന് പറയുന്നുണ്ട്, സയൻസ് ആണെന്ന് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ട്, പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്, പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്? അതെന്താന്ന് വെച്ചാല് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങള് പഠിച്ച കാര്യങ്ങളല്ല അല്ലെ. മാനേജ്മെന്റ് എന്നാൽ കൂടുതലും കൊമേഴ്സ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് കൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. അപ്പൊ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിസ്സിനോട് പറയാട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഓരോ നമ്മള് ആർട്ട്, സയൻസ്, പ്രോസസ്സസ് ഒക്കെ നമ്മൾ പഠിക്കും. മിസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, മനസ്സിലാവില്ല, ഒന്നും വായിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, മിസ് പറഞ്ഞു തരാൻ തയ്യാറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താലും മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിള് മിസ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പെട്ടെന്ന് ഇനി പിന്നെ എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വന്നിട്ട് ജോയിൻ ആയിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഗുഡ് ഈവനിങ് മാം, ഞാൻ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണ്. ഏത് ബാച്ചാണ്? MT40. റസ്മിന ഫ്രം കണ്ണൂർ. ഇപ്പൊ ജോയിൻ ആണോ? മിസ് പറഞ്ഞത് കേട്ടായിരുന്നോ ക്ലാസ്? ഓക്കെ, ക്ലാസ് കേട്ടായിരുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് എക്സാം തുടങ്ങിയായിരുന്നോ? ബോർഡ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു തോന്നുന്നു അല്ലെ? CBSE കുഞ്ഞു കുട്ടികളാണോ? കുഞ്ഞു കുട്ടിയുടെ ടേം എക്സാമോ? അവർക്ക് തുടങ്ങിയിട്ടില്ലല്ലേ? ഇല്ല.
റിസ്മിന ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, എനിക്ക് പറ്റിയിട്ടില്ല. അയച്ചു കഴിഞ്ഞെങ്കിൽ പറയാട്ടോ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫില്? ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഈ ചാപ്റ്റർ എടുത്തപ്പോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ആസ് ആൻ ആർട്ട്, management is about carrying out organizational functions and tasks through people. This art comprises the application of techniques in human and public relations, the consignment of an authority, assigning and sharing obligations and duties, interactions including decision making and problem solving, managing change. ഓക്കെ, അപ്പൊ എന്താണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആളുകളുടെ ഇടയിൽ ഒരു സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൂട്ടായ്മയില് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില് എന്താണ് ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതുപോലെ ഓരോ പ്രവർത്തനങ്ങള്, കടമകള്, നമ്മുടേതായിട്ടുള്ള കടമകള് നിർവഹിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? സ്മാർട്ട് സ്ട്രീയുടെ അഡ്മിനിസ്ട്രേറ്റർ അറിയോ ആരാണെന്ന്? ജയദേവൻ സാർ. സാറാണോ? സാറിന്റെ വൈഫാണ്. സാറിന്റെ വൈഫ് സീതാ മാം ഉണ്ടാ? അറിയാൻ പറ്റുമല്ലോ. അപ്പോ നമ്മുടെ സ്മാർട്ട് സ്ട്രീയുടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് സീതാ മാം. മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാല് സ്മാർട്ട് സ്ട്രീ എന്ന് പറയുന്ന ഒരു എന്താണ്, അതിനെ നമ്മൾ സ്മാർട്ട് സ്ട്രീയില് എന്താണ് ഒരു 100 വരുന്ന ഒരു എംപ്ലോയീസ് ഉണ്ട്. അവിടെ PROs ആയാലും ടെക്നിക്കൽ ടീം ആയാലും മറ്റു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയാലും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട് അവിടെ. അങ്ങനെയുള്ള പല എംപ്ലോയീസിനെയും കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഗൈഡൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സിനായാലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിന്റെ അടുത്ത് എന്തുണ്ടാവും, അതിനുള്ള പ്രോബ്ലംസ് സോൾവിങ് പരിഹാരം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ഇപ്പൊ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാമിനോട് ചോദിച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താ മാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാം അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരും. ഇന്നിതുപോലെ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പിഴവുകളോ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്തിയൊന്നും പറയില്ല ആള്. ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്താൽ മതി മിസ്റ്റേക്ക് എന്നിങ്ങനെ പറയുള്ള ആള്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മള് ചീത്ത പറയാനോ അങ്ങനെയൊന്നും ഇല്ല ആള്. നല്ല രീതിയിൽ നമ്മളെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു സ്കില്ല് ആൾക്കുണ്ട്, മാമിനുണ്ട്. അപ്പോ എന്താണ് മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക് ബോൺ ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് സ്ട്രീയുടെ ഒരു ബാക്ക് ബോൺ ആണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ ഇപ്പോ ടീച്ചേഴ്സിന് മാത്രമല്ല എംപ്ലോയീസിനും മറ്റു എംപ്ലോയീസിനും ഇപ്പൊ പ്രിന്റിംഗ് സ്റ്റാഫ് ഉണ്ട്, അവിടെ ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട്, അതുപോലെ തന്നെ PROs ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിന്റെ അടുത്ത പരിഹാരം ഉണ്ടാവും. എന്തൊക്കെ ചെയ്യണം, ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഓരോ ഗൈഡൻസ് തരാനായിട്ട് മാമിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത് ആളുകളിലൂടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹ്യൂമൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് അല്ലെ, ഇവിടെ നമ്മളോട് എങ്ങനെ പെരുമാറാം, നല്ല രീതിയിൽ നല്ല പബ്ലിക് അതുപോലെ തന്നെ
അവിടെയുള്ള സ്റ്റാഫുകളോടായാലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അസൈനിങ് ആൻഡ് ഷെയറിങ് കോമ്യൂണിക്കേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ. ഓരോരുത്തർക്കും ടീച്ചർമാരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ PROസിൻ്റെതായിട്ടുള്ളത്, നോൺ ടീച്ചിങ് സ്റ്റാഫിന്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫിന് അവരുടെ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിലൂടെ പോകണം, എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള ഓരോ ഗൈഡൻസുകളായാലും ഓരോ കാര്യങ്ങളായാലും പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള അല്ലെ ഓരോ പേഴ്സൺസ് ആണ് അല്ലെ. ഇങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള നമ്മുടെ സ്മാർട്ട് സ്ട്രീം എടുത്തു കഴിഞ്ഞാല് മാം ആണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ് ഇൻക്ലൂഡിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട് ഫാമിലിയോട് സംസാരിച്ചു കഴിഞ്ഞാല് അവിടെ എന്തുണ്ടാവും? അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും മാമിന്റെ അടുത്ത്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു, അതിന് എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും, ഇന്ന കാര്യങ്ങളിലൂടെ പോകണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്തു തരുന്നത് മാം ആണ്. അതുപോലെ തന്നെ മാനേജിങ് ചേഞ്ചസ്, ഇപ്പൊ നമുക്ക് ഇന്ന രീതികൾ നമ്മൾ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ആളുകളിലൂടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കുന്നതിനെ കുറിച്ചിട്ടാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താണ് ആ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അപ്പോ അത് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ എന്താണ് സ്മാർട്ട് സ്ട്രീ എഡ്യൂക്കേഷൻ, സ്മാർട്ട് സ്ട്രീയിലെ എന്താണ് പ്രസിദ്ധമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നല്ല രീതിയിൽ എംപ്ലോയീസിനോടായാലും വരുന്ന വിസിറ്റേഴ്സിനോടായാലും നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ആയാലും നല്ല രീതിയിൽ എന്താണ് ഗൈഡൻസ്, ഓരോ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്കും ഉണ്ട്. അവരെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലൂടെ ചെയ്യണം, ഏതൊക്കെ പ്രോസസ്സിലൂടെ ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ഗൈഡൻസ് പറഞ്ഞു തരുന്നത് ചെയ്തു തരുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻസ്, ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള സ്ഥാപനത്തിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനായിട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള നമുക്ക് മാമിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പ്രൊസീജിയറിലൂടെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രൊസീജിയറിലോ പ്രോസസ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ മാം, മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണോ ഈ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്? അപ്പൊ ഈ രീതിയിൽ മാനേജ്മെന്റ് ചെയ്യുന്ന ആ ഒരു കൂട്ടം ആൾക്കാർക്കാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റിനെ ആർട്ട് എന്ന് പറയുന്നുണ്ട്, സയൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഓരോന്നും നമ്മൾ പഠിക്കും കേട്ടോ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർട്ട് എന്ന് പറഞ്ഞാലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. അത് എക്സാമ്പിൾ പറഞ്ഞത് കണക്ട് ചെയ്തൊന്ന് വെച്ച് നോക്കാം. എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എഴുതി വെക്കാം. ചിലപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറയാം. PG നിങ്ങൾക്ക് പഠിച്ചപ്പോ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാ? ഡിപ്ലോമ പോലെയല്ലല്ലോ. തോന്നിയ ബുദ്ധിമുട്ട്? എല്ലാവർക്കും തോന്നിയില്ലേ? തോന്നി ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. മനസ്സിലാവായികയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം തിയറി ആയിട്ട് പറയുമ്പോ അത് അത്ര അങ്ങോട്ട് നമുക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? എക്സാമ്പിൾ വെച്ച് പറയുമ്പോ കൂടുതൽ മനസ്സിലാവും. ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം.
അയച്ചു കഴിഞ്ഞോ? എത്തിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, മാനേജ്മെന്റ് ആസ് എ സയൻസ്. Management here is concerned with the establishing a philosophy, thought, theories, principles, process, and practices, which can be enforced in various situations, including schools. നമ്മള് ഈ സയൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാറ്? നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? Equations, laws, theories. പഠിച്ചിട്ടുണ്ട്, ലോസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇക്വേഷൻസ്, തിയറീസ്, എക്സ്പെരിമെന്റ് അല്ലെ, ലോസ്, ന്യൂട്ടന്റെ ലോ ഒക്കെ നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഓർമ്മ ആവില്ല എന്നാലും അല്ലെ, നമ്മളിപ്പോ ഗുരുത്വാകർഷണ ബലം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ലോസും കാര്യങ്ങളൊക്കെ. അപ്പോ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലും തിയറീസ്, ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്, അതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സയൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അപ്പോ അത് വെച്ച് ഓക്കെ, പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മള് ലാബിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? ടെസ്റ്റ് ട്യൂബിലൊക്കെ ഓരോ കാര്യങ്ങൾ ടീച്ചറൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തു തരുന്നത് ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ സയൻസ് എന്ന സബ്ജക്ട് പഠിച്ചു വരുന്നത്. ഇനി മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ മിസ് പറയാം, നോക്കാട്ടോ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ സ്റ്റോറിന്റെ ലേ ഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ, ഓക്കെ, ഷോപ്പിന്റെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുള്ളൂ? സെയില് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റോറിന്റെ ലേ ഔട്ട് ആകെ അവർ മാറ്റുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്ര മനസ്സിലായോ? ഒരു ഷോപ്പിന്റെ മാനേജർ എന്ത് ചെയ്തു? ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതാണ് സ്റ്റോറിന്റെ ലേ ഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇനി അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അപ്പോ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സയന്റിഫിക് അപ്രോച്ചിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിനെ കുറിച്ചുള്ള ഡാറ്റയാണ് അദ്ദേഹം കളക്ട് ചെയ്യുന്നത്? സെയിൽസ് ഡാറ്റ. ഓക്കെ, എന്തൊക്കെ സെയിലുകളാണ് കൂടുതൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പോകുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് കൂടുതൽ സെയിൽ ആകുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഡാറ്റ ഓൺ കസ്റ്റമർ ട്രാഫിക് ആൻഡ് പാറ്റേൺസ് ആൻഡ് പ്രൊഡക്റ്റ് പോപ്പുലാരിറ്റി. ഇപ്പൊ ഈ നമ്മുടെ ഒരു ഷോപ്പ് ഇരിക്കുന്നത് ഒരു ഒരു കാട്ടുമുക്ക് സ്ഥലത്താണെങ്കിൽ ആളുകൾ വന്നിട്ട് അങ്ങനെ കൂടുതൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും? കൂടുതലും തിരക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ടൗൺസിലൊക്കെ നമ്മൾ ഷോപ്പ് ഇട്ടാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് വരികയും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്, ആളുകൾക്ക് വന്നു പോകാനായിട്ട് പറ്റുന്ന, എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഷോപ്പ് ഇടേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊഡക്റ്റിന്റെ ആ പോപ്പുലാരിറ്റി, ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് കൂടുതൽ അത് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ സെയിൽ ആകുന്നത് എന്നും നമ്മൾ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ഡാറ്റകൾ എടുക്കും അല്ലെ, എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നോക്കുന്നു.
ഓക്കെ. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് എളുപ്പമുള്ളൊരു ട്രാഫിക് ആയിട്ടുള്ളൊരു പാറ്റേൺ എങ്ങനെ വേണം എന്നുള്ളത് ആളുകൾക്ക് ഫിലിമിൽ ഇതിനെ പറ്റി പറയുന്നില്ല. എന്താണ് കിങ് ലയർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില് അവരുടെ പ്രൊഡക്റ്റ്, ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് കൂടുതൽ വിറ്റ് പോവാൻ വേണ്ടി അവര് എടുക്കുന്ന ഒരു സയന്റിഫിക് അപ്രോച്ച്, അതായത് അതിന്റെ ആ ഒരു പേസ്റ്റിന്റെ വണ്ണം കൂട്ടുക, അപ്പൊ ഇത്ര ആഴ്ച കൊണ്ട് ഇത്ര ഇത് തീരും, അപ്പൊ ഇത്ര അവര് വാങ്ങിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു സയന്റിഫിക് അപ്രോച്ച്, അതാണോ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ പറ്റും നമുക്ക്. ശരിയാണ് കേട്ടോ, ഗുഡ്. അപ്പൊ എന്താണ് അത് പറയുന്നത്? അവര് പേസ്റ്റിന്റെ ആ ഹോളിന്റെ വായ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 1 month കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് 1/2 month കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ എന്താണ്, ആ 1/2 month പിന്നെയും അവര് പോയി വാങ്ങിക്കുമല്ലോ. അപ്പൊ ഒരു മന്തില് 2 പേസ്റ്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെയിൽ കൂട്ടാം എന്നുള്ള രീതിയിലാണ് കിങ് ലെയറിൽ പറയുന്നത്. മനസ്സിലായോ? അത് അവര് ചെയ്യുന്നത് എന്താണ്, ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ്, ഒരു മെത്തേഡിലൂടെയാണ് അല്ലെ നമ്മള് ഒരു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ഇവര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്, ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നു, ഹൈപ്പോത്തിസ് അനുമാനങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സയന്റിഫിക് അപ്രോച്ചിലൂടെ, പല മെത്തേഡിലൂടെ പല കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്ലാനിങ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതായാലും. കിങ് ലെയർ തന്നെ എടുക്കാം നമുക്ക്. കിങ് ലെയർ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ആ മെത്തേഡിലൂടെ ഓരോ പ്ലാനിങ്ങുകൾ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അവർ മീറ്റിംഗ് ഒക്കെ കൂടുന്നത് കണ്ടില്ലേ, സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് നടത്തുന്നത്. അതിലൂടെ തന്നെ മുഴുവൻ മനസ്സിലാവും. ഒരു ഒരാഴ്ച കൊണ്ട് എത്ര അത് കുറയുന്നുണ്ട്, എത്ര അതിൽ നിന്ന് ഒഴിവാകുന്നുള്ളത് കൃത്യമായിട്ട് അവര് പറയുന്നുണ്ട്, ആ ഒരു പോർഷനിൽ പറയുന്നുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാട്ടോ. കിങ് ലെയർ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ മനസ്സിലാവുന്നില്ലേ എന്താണ് മെത്തേഡുകള്, അതുപോലെ തന്നെ ലോസ്, തിയറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ ഇറക്കി അത് കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതെന്താണ്, അവർ മെത്തേഡിലൂടെ അല്ലെ. അതാണ് ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റിന് യാതൊരു മാറ്റവും വരുത്തില്ല, പക്ഷെ ഒരാഴ്ച കൊണ്ട് ഇത് സെയിൽസ് ഇംപ്രൂവ് ചെയ്യണമെന്നാണ് അവർ കൊടുക്കുന്ന ടാസ്ക്. അപ്പൊ ആ പ്രൊഡക്റ്റിന് ഒരു മാറ്റം വരുന്ന, പ്രൊഡക്റ്റ് അതേ രീതിയിൽ തന്നെ, പക്ഷെ അവര് ആ ഒരു മേക്കിങ്ങിൽ അവരെന്ത് വെക്കുന്നു, അതിന്റെ വണ്ണം ഇച്ചിരി ഒന്ന് ചെറിയ മില്ലി രീതിയിൽ കുറച്ച് കൂട്ടുന്നു, അത്രേ സംഭവിച്ചിട്ടു. അപ്പൊ എത്രയോ മടങ്ങ് സെയിൽസ് ആണ് അവർക്ക് കൂടുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. മാനേജ്മെന്റ് ആസ് എ സയൻസ് വായിച്ചു നോക്കാം കേട്ടോ. ഇനി വായിച്ചു നോക്കിയൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാട്ടോ ഈ എക്സാമ്പിളൊക്കെ പറയുന്നത്. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. എക്സാമിനൊക്കെ ഇനി ഇപ്പൊന്നും ചിലപ്പോ നിങ്ങൾ വായിക്കില്ല, എക്സാമിനൊക്കെ ആയിരിക്കും എടുത്ത് വായിക്കുന്നത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ എടുക്കുമ്പോ അന്നാതെ തന്നെ ഓരോ ഭാഗങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എടുക്കുമ്പോൾ തന്നെ പറയാം, ബുദ്ധിമുട്ടാണ്. അപ്പോ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോ എടുക്കുമ്പോൾ തന്നെ അന്നാന്ന് തന്നെ നിങ്ങൾ വായിച്ചൊന്ന് വെക്കുക. അപ്പോ എക്സാമിന് ഓർമ്മ കിട്ടും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾ കണക്ട് ചെയ്ത് അപ്പോൾ തന്നെ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വായിച്ചു കണക്ട് ആവും. മാം, ഇതിൽ ഇൻക്ലൂഡിങ് സ്കൂൾസ് എന്ന് പറയുന്നില്ല, അതെന്നാ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ തന്നെയാണോ? സ്കൂൾസ് ആയാലും ഇങ്ങനെ തന്നെയല്ലേ. സ്കൂൾസിന്റെ ഓരോ കാര്യങ്ങൾ ഏത് ഓർഗനൈസേഷൻ എടുത്താലും എന്താണ്, അവരുടെ ഒരു ഗോൾ ഉണ്ടാവും അല്ലെ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ മെത്തേഡുകളായാലും സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചുകളായാലും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അത് ഇപ്പൊ ഒരു സെയിൽസ് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും നമ്മൾ കിങ് ലെയർ പറഞ്ഞില്ലേ, എന്താണ് ഈ ഓരോ തിയറീസ്, ഓരോ മെത്തേഡിലൂടെ അവരെ സെയിൽ കൂട്ടാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. സ്കൂൾസിൽ എന്താ വരുന്നത് മാം?
എങ്ങനെയാണ്? സ്കൂളിലായാലും ഇപ്പൊ എന്താ ക്യാൻവാസിങ് അതെ, CBSE സ്കൂളിനൊക്കെ ഇപ്പൊ എന്താ നമ്മുടെ മാളയിലൊക്കെ ഒരു എന്താ സ്കൂളില്ലേ, ഓറ ഡോക്ടർ രാജു ഇന്റർനാഷണൽ ഒക്കെ അറിയില്ല, ബാഗില്ലാതെയാണ് കുട്ടികൾ അവിടെ പോകുന്നത്. ഫുഡ് വരെ അവിടെ കൊടുക്കുന്ന പറയണ മാം. വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതെ അതെ. അപ്പൊ കൂടുതൽ കുട്ടികളെ അവിടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള തന്ത്രങ്ങളാണ് അവര് എന്താ പ്ലാൻ അട്രാക്ട് ചെയ്യല്ലേ? അതെ അതെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്കൂളും കണക്കൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സ്കൂളായാലും ഒന്ന് നോക്കണം. സ്കൂളായാലും എല്ലാവരും രാവിലെ എഴുന്നേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണതാണ് അമ്മമാർക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് എന്റെ കുഞ്ഞ് അവള് പഠിക്കുന്നത് ഇൻഫന്റ് ജീസസിലാണ്. അവർക്ക് 7:30 വണ്ടി വരും. തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് ട്രിപ്പ് വണ്ടി 7:30 വരും. ആളെ എണീക്കുന്നത് 7 മണിക്കാണ്. അതിന് 7 മണി to 7:30 വരെ എന്നുള്ള ആ ടൈം ഉണ്ടല്ലോ നമുക്ക് ശരിക്കും വായ ഉണ്ടല്ലോ, വായ എന്റെ അടയാറില്ല ആ ടൈമിൽ. കുഞ്ഞു എന്ന് വിളിച്ച് ഇങ്ങനെ 7 മണി to 7:30 വരെ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. എന്നാലും ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഏത് ക്ലാസ്സിലാണ്? ഇൻഫന്റില് 1F. എന്നെ ജൂണില് അവിടെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ട്രെയിനി ആയിട്ട്. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ? നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. HOD പ്രിൻസിപ്പളൊക്കെ ആയിട്ട് കണ്ടായിരുന്നു. നമ്മുടെ ബയോഡേറ്റയും റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ അവിടെ വാങ്ങിച്ചു വെച്ചായിരുന്നു. എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ചെന്നപ്പോ വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിനെപ്പറ്റി വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ പറഞ്ഞു ഞാനപ്പോ ഈ 1 മന്ത് പോകാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ മാം അവിടെ HOD പറഞ്ഞു ഇപ്പൊ എക്സാം ഈ കഴിഞ്ഞ മാസം ലാസ്റ്റാണ് ഞാൻ പോയത്. ഇപ്പൊ ഈ മാസം ആദ്യം പോയത്. അപ്പൊ ഈ നെക്സ്റ്റ് മന്ത് എക്സാം ആണല്ലോ. അപ്പൊ ഭയങ്കര റഷ് അല്ലേ, ടൈറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ജൂണില് എടുക്കാം, അപ്പൊ ട്രെയിനി ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് കഴിഞ്ഞിട്ട് അവിടെ കയറാൻ വേണ്ടിട്ട് ഞാൻ മോളും പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ മോളുടെ മിസ്സിനോട് എനിക്ക് LKG ആയിപ്പോണ് അവള് എന്റെ മിസ്സിനോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞു 5 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഉണ്ടെന്ന് അവിടെ. അതാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചത്. അതാണ് 5 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യം അവരൊരു ടോപ്പിക് തരും, കുട്ടികളെ ക്ലാസ് എടുക്കാം. പിന്നെ ഒരു ടോപ്പിക് വരും, അതിനെക്കുറിച്ച് നമ്മൾ എഴുതി തയ്യാറാക്കണം. അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളിനായിട്ട് ഇന്റർവ്യൂ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പളിനായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 5 ടൈപ്പ് ഇന്റർവ്യൂ ഉണ്ടെന്നാ പറയുന്നത്. ജസ്റ്റ് ഞാൻ പ്രിൻസിപ്പളിനെ HOD മാത്രമേ കണ്ടുള്ളൂ. ജസ്റ്റ് അവര് കാര്യം പറഞ്ഞു, ചോദിച്ചു. ഞാൻ പറഞ്ഞു മോണ്ടിസോറി കോഴ്സാന്ന് പറഞ്ഞപ്പോ അവര് വന്നോളൂ. നമ്മുടെ ഒരു ബാച്ചിലൊരു കുട്ടി 12th ബാച്ച് ആണെന്ന് തോന്നുന്നു, ഒരു കുട്ടി അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു അവര്. ജയശ്രീ എന്നെന്തോ പേരുള്ളൊരു കുട്ടി. അത് ഇവിടെ ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ജയശ്രീ ഇന്റേൺഷിപ്പിന് കയറിയേക്കണേണ്. ട്രെയിൻ ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയാണ്. അപ്പൊ മിസ് അങ്ങനെയാ പറഞ്ഞത്. പെർമനന്റ് ആണെങ്കിൽ നമ്മള് അവര് നന്നായിട്ട് ഇപ്പൊ ട്രെയിനി എന്ന് പറയുമ്പോ അധികം നാളുണ്ടാവൂലല്ലോ മാം. അതായിരിക്കാം. അവിടെ പലരും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ എന്നോട് പറയുന്നു. BEdകാരും TTCക്കാരൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പലരും. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോ ഏത് ടൈപ്പ് ഓഫ് CBSE സ്കൂളിൽ ചെന്നാലും ഇംഗ്ലീഷ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. ഇംഗ്ലീഷ് മസ്റ്റ് ആണല്ലോ. അതെ. പക്ഷെ എന്നോട് മലയാളത്തിലാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ മലയാളത്തിൽ തന്നെ, എന്നാലും വേർഡ്സുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. നമ്മൾ മലയാളം പൂർണ്ണമായും മലയാളീകരിച്ചില്ല. അതുകൊണ്ടായിരിക്കുള്ളൂ അവർ പലരും പറയുന്നുണ്ടായിരുന്നു അവിടെ എടുക്കുന്നില്ല, ഭയങ്കര കമ്പൽസറി ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അവിടെ KG സെക്ഷനിൽ TV കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ പഠിപ്പിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ട്. ആ ഒക്കെ ഉണ്ട്. അത് ലാസ്റ്റ് ഞാൻ മോളെ കൊണ്ടുവരാൻ പോയപ്പോഴോ അങ്ങനെ എന്തോ കണ്ടപ്പോ അവിടെ ഇങ്ങനെ ലാസ്റ്റ് പീരീഡ് കുട്ടികൾക്ക് ഇങ്ങനെ കാർട്ടൂൺസ് എന്റെ മോളുടെ ഒരു കൂട്ടുകാരുടെ അവിടെ KG ട്രെയിനി ആയിട്ട് കയറിയിട്ടുണ്ടേ. അപ്പൊ ആ കുട്ടി ചോദിച്ചപ്പോ കൊറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ ക്ലാസ് ഒന്നും അങ്ങനെയല്ല എടുക്കുന്നത്. TV വല്ല എടുക്കുന്നുണ്ട്. ഇല്ല, കാർട്ടൂൺസ് ഓൺലി. അവർക്ക് എഴുതാനിരുത്തുമ്പോ മാത്രം എഴുതാനൊക്കെ ഇരുത്തുമ്പോ കാർട്ടൂൺസ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 11:30ക്ക് ഫുഡ് കഴിപ്പിക്കും അവരെ കൊണ്ട്. പിന്നെ പ്ലേ ക്ലാസ് പ്രീ കെ ജിയില് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഉറക്കിയിട്ട് 2:30 വിടും. 2:30ക്ക് വിടും. അതും 1ാം ക്ലാസ്സിൽ അങ്ങനെയൊക്കെ തന്നെ. ഫുഡ് ടൈം എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആയിട്ട്. അവള് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പറയും 4 പീരീഡ് 3 പീരീഡ് ഒക്കെ കഴിയുമ്പോ വീടും എന്നൊക്കെ പറയും. 11:30ക്ക് ലഞ്ച് കഴിപ്പിക്കും. പിന്നെ 2:30 ആവുമ്പോ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ സ്നാക്സ് കഴിപ്പിക്കും. അങ്ങനെയാണ്. 1-ലാവുമ്പോ ഉറക്കൊന്നുമില്ല കേട്ടോ. പഠിക്കാനുണ്ടാവുമല്ലോ. ഇതിപ്പോ ശരിക്കും 9 o'clock സ്റ്റാർട്ട് ചെയ്താൽ അവർ നടക്കി ഇരുത്തുമ്പോ തന്നെ കുറെ നേരം പിടിക്കും. പിന്നെ അത് ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് പഠിപ്പിക്കാൻ കിട്ടണതെന്ന് പറയുന്നുണ്ടായിരുന്നു കുട്ടി. നമുക്കറിയാലോ, നമ്മുടെ കുട്ടികളൊക്കെ അറിയാലോ. അതുപോലെ തന്നെയാണ്. ക്ലാസ്സിൽ 40 പേരുണ്ട്. 40 പേരും ഒരാൾ അങ്ങടാണെങ്കിൽ ഒരാൾ ഇങ്ങടാണ്. ലാസ്റ്റ് പീരീഡ് ഒക്കെ ഒരെണ്ണത്തിന് ഇരുത്തുമ്പോഴേക്കും ഒരെണ്ണം അപ്പുറത്തോടും. ടീച്ചർ ഞാൻ കണ്ടതാണ് ക്ലാസ്സിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചറിന് എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അപ്പൊ കുറച്ച് പേര് അവിടെ ഓടി കളിക്കുന്നത്, കുറച്ച് പേര് അവിടെ നടന്ന് വർത്താനം പറയണ്ട, അങ്ങനെ ഇങ്ങനെ കേട്ടു. അപ്പൊ ടീച്ചർ പറയുന്നത് നോ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ ആര് കേൾക്കാനായിട്ട്. രസമാണ്. എന്ത് ചെയ്യാനാണ്, ടീച്ചർമാരും പാവങ്ങള് അനിത്യങ്ങളും ഭയങ്കര. പിന്നെ ആയമാരുണ്ടല്ലോ, ആന്റിമാരുണ്ട്. 1ാം ക്ലാസ്സിൽ അങ്ങനെ. നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ജോയിൻ ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു സോങ് പഠിപ്പിക്കാനായിട്ട്. ആരും പാടില്ലേ? പാട്ട് പാടുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? അനുജ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് പ്രസന്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബോറടിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അപ്പൊ ബോറടിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിസ് ഞാൻ പാടിത്തരാന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ ഇങ്ങനെ ജോയിൻ ആയിട്ടില്ലാന്ന് തോന്നുന്നു ആള്. ഇല്ല, ഇന്ന് ആളില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിലെ എങ്ങനെയുണ്ട് ക്ലാസ്? എങ്ങനെ എടുത്താൽ മതിയോ? ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതെങ്കിൽ മിസ്സിനോട് പേഴ്സണൽ ആയിട്ട് പറയാട്ടോ. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ, 2 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും എക്സാമ്പിൾ ഇപ്പോ രശ്മിന പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചിട്ട് മിസ്സിനോട് പറയാം കേട്ടോ. നമുക്ക് ചെയ്യാനായിട്ടും അത് ക്യാച്ച് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ്. അപ്പൊ മാനേജ്മെന്റ് ആസ് എ ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ മറക്കരുത്, പഠിച്ചിട്ട്. മാം, ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഒക്കെ ഒരാളിൽ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലും കൂടിയാണോ ഇത് പറയുന്നത്? മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, അങ്ങനെ എല്ലാതും ഒരു മാനേജ് ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ അറിയണം എന്നാണോ പറഞ്ഞു വരുന്നത്? സൈൻ ഔട്ട് ആരെങ്കിലും പറയൂ. Sign out. Thank you, Mildred ma'am, for today's class. It was very informative and helpful. With gratitude to ma'am and all my dear friends, I am signing out now. See you in the next class. Thank you all. Thank you, ma'am. Okay. Thank you, ma'am. എടുത്ത ഭാഗങ്ങള് അന്നു തന്നെ വായിച്ചു വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മിസ് പറയുന്നത്. മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പൊ അതാണ് വായിച്ചു വെക്കാം. ഓക്കെ.
Okay. Okay, Okay, thank you. ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.